1929 ഈ സംഭവം നടക്കുന്നത്. അന്ന് സർവപ്രതാപിയായി സിലോണിലെ സഭയെ നയിക്കുന്ന പാസ്റ്റർ പോൾ കേരളത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പാസ്റ്റർ PM ശമൂവേലിനെ, അന്ന് അദ്ദേഹം പാസ്റ്ററല്ല, സുവിശേഷൻ എന്നുള്ള നിലയിലേ ആയിട്ടുള്ളൂ, പാസ്റ്ററല്ല, അദ്ദേഹത്തെ ശ്രീലങ്കയിലേക്ക് ക്ഷണിക്കുന്നു. അതായത് സിലോണിലേക്ക് ക്ഷണിക്കുന്നു. അവിടെ ഒരു മീറ്റിങ്ങിന് വേണ്ടിയാണ് ക്ഷണിച്ചത്. വളരെ സന്തോഷപൂർവ്വം പാസ്റ്റർ പോളും അദ്ദേഹത്തിൻ്റെ പരിഭാഷകനായ സുന്ദരം പുത്തളവുമായി സിലോണിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ പാസ്റ്റർ പോൾ അദ്ദേഹത്തെ നല്ല രീതിയിൽ സ്വീകരിച്ചു. അദ്ദേഹത്തിനോടൊപ്പം പാസ്റ്റർ PM ശോമേലിനെ ആഴ്ചകളോളം താമസിപ്പിച്ചു. ഓരോ ദിവസം കഴിയുമ്പോഴും പാസ്റ്റർ പോളുമായി പാസ്റ്റർ PM ശോമേൽ വളരെയധികം അടുക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അന്ന് വരെ പെന്തക്കോസ്ത് വിശ്വാസങ്ങളോട് വലിയ താല്പര്യമൊന്നും PM ശോമേൽ എന്ന അദ്ദേഹം കാണിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സഭകളൊന്നും പെന്തക്കോസ്ത് വിശ്വാസ സഭകളല്ല ആയിരുന്നില്ല. അത് വേർപാട് സഭകളോടുള്ള അടുപ്പത്തിലുള്ള സഭകളായിരുന്നു. അങ്ങനെ തെക്കൻ തിരുവിതാംകൂർ ഭാഗത്ത് 17ഓളം സഭകൾ അദ്ദേഹം സ്ഥാപിച്ചിട്ട് നിൽക്കുമ്പോഴാണ് ഇദ്ദേഹം പാസ്റ്റർ പോളുമായി സംസാരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ആതിഥ്യം സ്വീകരിച്ച് സിലോണിലെത്തുന്നതും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പാസ്റ്റർ പോൾ പരിശുദ്ധാത്മാഭിഷേകത്തെക്കുറിച്ച് സംസാരിക്കുകയും അഭിഷേകം പ്രാപിക്കേണ്ടതിൻ്റെ ആവശ്യകതകളെക്കുറിച്ച് പാസ്റ്റർ PM ശോമേലിനോട് പറയുകയും ചെയ്തു. അത് അദ്ദേഹത്തിന് അത്ര താല്പര്യമുള്ള കാര്യമായിരുന്നില്ല. പാസ്റ്റർ PM ശോമേലിനോട് ദീർഘനേരം ഈ വിഷയത്തെക്കുറിച്ച് പാസ്റ്റർ പോൾ സംസാരിച്ചു. പലപ്പോഴും ഈ സംസാര കാര്യങ്ങളിലൊക്കെ പാസ്റ്റർ ആൽവിനും സിസ്റ്റർ ഫ്രീഡ ആൽവിനും പാസ്റ്റർ പോളിനോടൊപ്പം ഈ വിഷയങ്ങളിലൊക്കെ സംസാരിക്കാൻ ഒരുമിച്ച് കൂടിയിരുന്നു. PM ശോമേൽ പരിശുദ്ധാത്മാഭിഷേകം എന്ന വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ നിഷേധഭാവത്തിൽ അദ്ദേഹം തലകുലുക്കുമായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ലക്ഷണമെന്ത്? അതിൻ്റെ അടയാളം എന്താണ്? വീണ്ടും ജനനം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ലക്ഷണമല്ലേ? അതോ അത് പ്രാപിക്കേണ്ടതാണോ? പരിശുദ്ധാത്മാഭിഷേകം എന്നത് പ്രത്യക്ഷ അനുഭവമാണോ? തുടങ്ങിയ ധാരാളം ചോദ്യങ്ങൾ പാസ്റ്റർ PM ശോമേൽ പാസ്റ്റർ പോളിനോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്ന 17 സഭകൾ പരിശുദ്ധാത്മാഭിഷേകം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അറിയാതെയാണോ ഈ സഭകൾ ഞാൻ ആരംഭിച്ചത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സ്വയം ചോദിക്കാൻ തുടങ്ങി പാസ്റ്റർ PM ശോമേൽ. അങ്ങനെ ഈ വക ചോദ്യങ്ങൾ സ്വയം ചോദിച്ച് നിരാശനായിരിക്കുമ്പോഴാണ് പോൾ പാസ്റ്ററും ഇവരെല്ലാം കൂടെ ഇദ്ദേഹത്തോട് ഈ വിഷയങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ പാസ്റ്റർ പോളിൻ്റെ നിഷേധാത്മക നിലപാട് മൂലം ഒന്നും പറയാതെ അവൻ പ്രാർത്ഥനയിലേക്ക് കടന്നു. ഉച്ചത്തിൽ സ്തോത്രങ്ങളും ഹല്ലേലൂയയും ഒക്കെ പറഞ്ഞ് അന്തരീക്ഷം ശബ്ദമുഖരിതമായപ്പോൾ പാസ്റ്റർ PM ശോമേൽ അവിടുന്ന് വിയോജിപ്പ് പ്രകടിപ്പിച്ച് ആ പ്രാർത്ഥനാ കൂട്ടത്തിൽ നിറങ്ങി പോരുകയാണ്. അദ്ദേഹം താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് കടന്നു പോയിരുന്നു. പ്രാർത്ഥനാ മധ്യേ ഇത് പാസ്റ്റർ പോളിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തെ വിളിച്ചിട്ട് മീറ്റിംഗ് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇത് ശരിയായ വഴിയല്ല, നിങ്ങളെ കാണിച്ചത് ശരിയല്ല, നിങ്ങൾ ഈ അനുഭവത്തിന് വേണ്ടി കാത്തിരിക്കണം, പ്രാർത്ഥിക്കണം, ഇങ്ങനൊരു അനുഭവം ഉണ്ട്. ഇത് പാസ്റ്റർ PM ശോമേലോട് പറഞ്ഞ് അവസാനം ഒരു മീറ്റിങ്ങിനോട് നിങ്ങൾ വന്നിരിക്കുക എന്ന് അദ്ദേഹത്തെ നിർബന്ധപൂർവ്വം അഭ്യർത്ഥിച്ചത് പ്രകാരം അദ്ദേഹം ഇവരുടെ ഒരു മീറ്റിങ്ങിനോട് വന്നിരിക്കാൻ തീരുമാനമായി. അങ്ങനെ പരിശുദ്ധാത്മാഭിഷേകത്തിനായുള്ള അടുത്ത മീറ്റിംഗ് പാസ്റ്റർ പോളിൻ്റെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരം പാസ്റ്റർ PM ശോമേൽ പങ്കെടുത്തു. ആ യോഗത്തിൽ വെച്ച് പിന്നെ പരിശുദ്ധാത്മാഭിഷേകത്തിനായ ഒരു വാഞ്ച പൊതുവെ അദ്ദേഹത്തിന് തോന്നി. ആ രാത്രി ഒരു വലിയ ശക്തിക്ക് പാസ്റ്റർ PM ശോമേൽ കീഴടങ്ങിയതായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രങ്ങളിലൊക്കെ പറയുന്നത്. തൻ്റെ ശരീരം ആലില പോലെ വിറച്ചു എന്നാണ്. എന്തായാലും 1929 സെപ്റ്റംബർ 20 രാവിലത്തെ യോഗത്തിൽ അന്ന് 300ഓളം പേര് അവരുടെ ഫെയ്ത്ത് ഹോമിലെ മീറ്റിങ്ങിന് കൂടിയിട്ടുണ്ടായിരുന്നു. ആ 300ഓളം പേര് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റർ PM ശോമേൽ പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറയപ്പെട്ടു നിലത്ത് വീണു. ഒരേ കിടപ്പ്. ആ കിടന്ന സമയത്ത് അദ്ദേഹം ഒരു ദർശനം കണ്ടു. സ്വർഗീയാഗ്നിക്കുള്ളിൽ കർത്താവ് ഇങ്ങനെ നിൽക്കുന്നതായിട്ടുള്ള ദർശനമാണ് കണ്ടത്. കർത്താവുമായിട്ട് നിരവധി ഭാഷകളിൽ അദ്ദേഹം സംസാരിക്കുന്നു. 2 മണിക്കൂറോളം പാസ്റ്റർ PM ശോമേൽ അതേ കിടപ്പ് കടന്നു. നശിച്ചു പോകുന്ന ആത്മാക്കൾക്കായുള്ള തീരാദാഹം അദ്ദേഹത്തിന് ആ നിമിഷം മുതലുണ്ടായി. ഏത് വിധേനയും ഇന്ന് ഞാൻ അനുഭവിച്ച ഈ സന്തോഷം, ഈ പുതിയ അനുഭവം
തൻ്റെ ഭാര്യയും മാതാപിതാക്കളും അനുഭവിക്കണമെന്നുള്ള ഒരാഗ്രഹം അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ ആ ആഗ്രഹം നിറവേറാൻ വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ അതിനനുബന്ധമായി മറ്റൊരു സംഭവം കൂടുണ്ട്. ഇദ്ദേഹം ജനിച്ചത് ഒരു യാക്കോബ കുടുംബത്തിലാണ്. റാന്നി കീക്കുഴൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പ്ലാത്താനത്ത് മത്തായിച്ചൻ്റെയും മറിയാമ്മയുടെയും മകനായി ഒറ്റ മകനേ ഉള്ളൂ, PM ശോമേൽ. 1903 ജനനം. അവർക്ക് ഒത്തിരി പ്രാർത്ഥിച്ച് ഒരു മകനെ കിട്ടിയുള്ളതുകൊണ്ട് ഈ മകനെ വൈദികനാക്കാൻ തീരുമാനിച്ചു. അക്കാലത്ത് 15 വയസ്സിലൊക്കെ പിള്ളേരെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നതിനാൽ PM ശോമേലിനെ 15-ാം വയസ്സിൽ വിവാഹം കഴിപ്പിച്ചു. റാന്നി സ്വദേശി മറിയാമ്മയുമായിട്ടായിരുന്നു വിവാഹം. അപ്പം ഈ 15-ാം വയസ്സിൽ വിവാഹം കഴിച്ച അദ്ദേഹത്തിന് മനസ്സിലൊരു അസ്വസ്ഥതയും ഭീതിയും, മരിച്ചു പോകും എന്നുള്ളൊരു ഭീതിയും അദ്ദേഹത്തിൻ്റെ നടപ്പിലും കിടപ്പിലും പ്രവൃത്തിയിലും ഒക്കെ മരണഭീതി അദ്ദേഹത്തിനുണ്ടായി. ആ അനുഭവത്തിൽ നിന്ന് ഒരു മോചനം ലഭിക്കാൻ വേണ്ടി അദ്ദേഹം എല്ലാ പരിപാടിയും നടത്തിയിട്ടും ഒരു പ്രയോജനവുമില്ല. അപ്പം ദൈവത്തെ അറിയാവുന്നതുകൊണ്ട് ദൈവത്തോട് അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഇതിനൊരു പരിഹാരം വരണം, ദൈവമേ ഇതെന്താണ്. അങ്ങനെ അദ്ദേഹം സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു ദിവസം ദൈവശബ്ദം അദ്ദേഹം കേട്ടു. ശമൂവേലേ, ഇന്ന് നീ മരിച്ചാൽ നിൻ്റെ നിത്യത എവിടെ എന്നതായിരുന്നു ആ ദൈവശബ്ദം. ഇദ്ദേഹം തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ നോക്കി, ആരെയും കാണുന്നില്ല. പൊതുവിൽ അത് ദൈവശബ്ദമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ദൈവം തന്നോട് ഇടപെടുകയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. സ്കൂളിൽ നിന്ന് വീട്ടിൽ ചെന്നു. അദ്ദേഹം ആ രാത്രി ഉറങ്ങിയില്ല. അവിടെ വെച്ച് വീണ്ടും അദ്ദേഹം ഒരു ദർശനം കാണുകയാണ്. ക്രൂശിതനായ ക്രിസ്തുവിനെയാണ് അവിടെ വെച്ച് കാണുന്നത്. ആ ദർശനം തൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റത്തിനും സമാധാനത്തിനും കാരണമായെന്ന് അദ്ദേഹം പിന്നെ പല യോഗങ്ങളിലും മീറ്റിങ്ങുകളിലും പറഞ്ഞിട്ടുള്ളതായി അനുഭവസ്ഥർ പറയുന്നു. അങ്ങനെ 1920 തൻ്റെ 20-ാമത്തെ വയസ്സിലായിരുന്നു ഈ സംഭവം. താനൊരു ദൈവപൈതലായി തീർന്നെന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ടായി. ഈ അനുഭവം മറ്റുള്ളവരോട് പറയാൻ തുടങ്ങി. നമുക്കൊരു നല്ല അനുഭവം വന്നു കഴിയുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് ആ വിഷയം പറയുമല്ലോ. ഈ അനുഭവം അദ്ദേഹം പലരോടും പറയാൻ തുടങ്ങി. ഇത് നേരെ അവിടുത്തെ മെത്രാപ്പോലീത്തെ അറിഞ്ഞു, യാക്കോബ സഭയിൽ. അദ്ദേഹം ഈ PM ശോമേലിനെ വിളിച്ചു. അപ്പം വളരെ വിശദമായിട്ട് ഈ അനുഭവം PM ശോമേൽ മെത്രാപ്പോലീത്തോട് പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേട്ട മെത്രാപ്പോലീത്തയ്ക്ക് ഇദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു. നീ വൈദിക സെമിനാരി ചേരണം, നിനക്ക് വൈദികനാകാൻ ആഗ്രഹമുള്ള സ്ഥിതിക്ക് നീ വൈദിക സെമിനാരി ചേരണമെന്നായി. അങ്ങനെ അദ്ദേഹം വൈദിക സെമിനാരിൽ പഠിക്കുകയാണ്. കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തിനൊക്കെ വലിയ വ്യത്യാസം വന്നു. അതായത് നമ്മുടെ കുക്ക് സാഹിബ്, മേരി ചാപ്മാൻ പോലുള്ള അതിപ്രഗത്ഭരായ വിദേശ മിഷണറിമാർ, അതുപോലെ വേർപാട് സഭകളുടെ ശക്തമായ പ്രചാരവേലകൾ, ഇതെല്ലാം അന്ന് കേരള സമൂഹത്തിൽ അലയടിച്ച് ശക്തി അറിയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇവരുടെ ഈ പുതിയ ആശയങ്ങൾ പാസ്റ്റർ PM ശോമേലിൻ്റെ ഉള്ളിലേക്ക് കയറാൻ തുടങ്ങി. അപ്പോൾ ആ സമൂഹവുമായിട്ട് ചേർന്ന് പോകാൻ തക്ക രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ സ്നാനത്തെക്കുറിച്ചുള്ള ചിന്തകൾ, ശിശുസ്നാനം സ്വീകരിച്ചത് ശരിയോ അതോ യഥാർത്ഥത്തിൽ ആ സ്നാനം തെറ്റാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സ്വയം അദ്ദേഹം ചോദിച്ചു തുടങ്ങി. അങ്ങനെ ഇരിക്കുകയാണ് വേർപാട് സഭകളുമായി യോജിച്ചു പോകാനുള്ളൊരു ആഗ്രഹം പാസ്റ്റർ PM ശോമേൽ ഉണ്ടാകുന്നത്. വേർപാട് സമൂഹം അത് ചേർന്ന് പോകുമ്പോൾ ഇതറിഞ്ഞ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ ഇദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുകയാണ്. അന്നത്തെ സാമൂഹിക അന്തരീക്ഷം അങ്ങനെയാണ്. അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പ്രവൃത്തി ചെയ്താൽ മക്കളെ പടിയടച്ച് പിണ്ടം വെക്കുന്നൊരു സ്ഥിതി അന്നത്തെ സിറിയൻ സമൂഹത്തിലുണ്ടായിരുന്നു. അന്നമാമനും ഒക്കെ അത്തരം അനുഭവങ്ങളിലൂടെ വന്നവരാണ്. ഒരു ദിവസം ഈ വിശ്വാസ സ്നാനത്തെക്കുറിച്ച് പഠിച്ച് താല്പര്യപ്പെടുകയും ചെയ്തതോടുകൂടി ഈ PM ശോമേലിൻ്റെ ഫാദർ, നീ ഇനി മുതൽ എൻ്റെ മകനല്ല, ഞാൻ നിൻ്റെ അപ്പനുമല്ല, എവിടെയെങ്കിലും പൊക്കോ, എനിക്ക് നിന്നെ ഒരിക്കലും കാണണ്ട എന്ന് തീർത്ത് പറഞ്ഞ് പിതാവ് ഭവനത്തിൽ നിന്ന് ഈ മകനെ ഇറക്കി വിടുകയാണ്. അങ്ങനെ സമൂഹത്തിലും കുടുംബത്തിലും അദ്ദേഹം ഒറ്റപ്പെട്ട് ഭവനത്തിൽ നിന്ന് ഇറങ്ങി അനാഥ അനുഭവത്തിൽ അദ്ദേഹം ഇങ്ങനെ പോകുമ്പോഴാണ് സിനോഡിൽ ചെന്ന് പാസ്റ്റർ പോളിനെ കാണുന്നതും 17 സഭകൾ സ്ഥാപിച്ച കാര്യം അറിഞ്ഞ് അദ്ദേഹം വിളിക്കുന്നതും ഈ കുടുംബത്തെ എങ്ങനെയെങ്കിലും ചേർത്ത് നിർത്തി പരിശുദ്ധാത്മാവിഷയം ഇവർക്കും ലഭ്യമാക്കണം എന്നുള്ള ചിന്ത അദ്ദേഹത്തിനുണ്ടാകുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ സിലോണിൽ നിന്ന് അദ്ദേഹം കേരളത്തിലെത്തിയ സമയത്ത് തന്നെ മാതാപിതാക്കളുമായിട്ട് ഇതൊക്കെ വളരെ സ്നേഹത്തിലായി. അതുകൊണ്ട് ഇദ്ദേഹം വന്നു കഴിഞ്ഞ ഉടനെ കീക്കുഴിയിൽ അവരുടെ ഭവനത്തിലൊരു മീറ്റിംഗ് നടത്തി. ആ ഭവനത്തിലെ മീറ്റിങ്ങിൽ വെച്ച് തൻ്റെ ഭാര്യ രക്ഷിക്കപ്പെട്ടു. അടുത്ത ദിവസം സ്നാനപ്പെടുവാനും ഇടയായി. അങ്ങനെ ഭാര്യയും ഭർത്താവുമായി രണ്ടുപേരും കൂടെ നേരെ തിരുവനന്തപുരത്ത് തെക്കൻ തിരുവിതാംകൂർ ഭാഗത്തേക്ക് നീങ്ങുകയാണ്. കുഞ്ഞപ്പി ഉപദേശി, അഷ്ടമടി ഉമ്മച്ചൻ
ഈ 2 പ്രഗത്ഭരും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ തിരുവനന്തപുരത്ത് ഒരു ഭവനം വാടകയ്ക്ക് അവിടെ താമസിക്കുകയാണ്. അങ്ങനെ താമസിച്ചു വരികയാണ് ഭയങ്കരമായ സാമ്പത്തിക ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നത്. അദ്ദേഹത്തിൻ്റെ മകന് കൊടുക്കാൻ ആഹാരമില്ല. അവിടെ വില കുറച്ച് കിട്ടുന്നത് കപ്പ അല്ലെങ്കിൽ മരച്ചീനി എന്ന് പറയുന്ന സാധനമാണ്. ഇത് കൊടുത്ത് കൊച്ചിനും വയ്യാതായി. അദ്ദേഹം കൊച്ചിനെ മടിയിലെടുത്ത് വെച്ച് മരത്തണലിൽ പോയിരുന്നു പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ 2 പേരവിടെ നിൽക്കുന്നു. അപ്പം 2 പേരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനു വന്നാണ് ചോദിച്ചു. അവരുടെ കയ്യിലൊരു വലിയ ചാക്കിരിപ്പുണ്ട്. അത്ഭുതങ്ങളുടെ ദൈവം കരയുണ്ട എന്ന് പാസ്റ്റർ PM ശോമേലിനോട് മരത്തണലിൽ വെച്ച് സംസാരിച്ചിരുന്നു. നേരെ ഭവനത്തിൽ കടന്നു വന്ന അദ്ദേഹം കണ്ടത് ഒരു വലിയ ദൈവപ്രവൃത്തിയായിരുന്നു. 2 പേരും പറഞ്ഞു, ഇത് മുഴുവൻ അരിയും സാധനങ്ങളുമാണ്. ദൈവം ഇത് എൻ്റെ ദാസൻ ശമൂവേലിന് നൽകണമെന്ന് കർത്താവ് ഞങ്ങളെ നിർബന്ധിച്ചതിനാലാണ് ഇതിവിടെ കൊണ്ടുവന്നതെന്ന് അവർ പറഞ്ഞു. ഇത് കേട്ട് ശമൂവേലും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി. സ്വാഭാവികമായിട്ടും ഇത്തരം അനുഭവങ്ങളാണ് ഒരു ക്രൈസ്തവ വിശ്വാസിക്ക് ഒരു ക്രിസ്തീയ ജീവിതത്തിൽ നിലനിന്നു പോകാനുള്ള ആധാരം. ആ അനുഭവം വേണ്ടുവോളം പാസ്റ്റർ PM ശോമേലിന് ലഭിച്ചു എന്നതാണ് സത്യം. ഇതുപോലെ മറ്റൊരു ദൈവപ്രവൃത്തി നേരിടേണ്ടി വന്നത് തിരുവനന്തപുരത്തു നിന്നും മാർത്താണ്ഡത്തിനുള്ള യാത്രക്കിടയിലാണ്. അന്ന് LMS മിഷൻ, ലണ്ടൻ മിഷണറി സൊസൈറ്റിക്കൊക്കെ അവിടെ ധാരാളം സഭകളുണ്ട്. മാർത്താണ്ഡത്ത്, പള്ളിയാടിയിൽ, അതുപോലെ തന്നെ കുലശേഖരം ഭാഗങ്ങളിൽ LMSൻ്റെ ധാരാളം സഭകൾ. അപ്പോൾ ഇവിടെ ഈ പാസ്റ്റർ PM ശോമേലിൻ്റെ പ്രസംഗങ്ങളും കേട്ട് അവിടുത്തെ LMS പള്ളിക്കാർ ഇദ്ദേഹത്തെ വിളിക്കുകയാണ് അവിടെ ഒരു മീറ്റിങ്ങിന് വരാൻ. അങ്ങനെ ഇദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ബസ്സിന് കയറി പോകുമ്പോൾ അടുത്തൊരാളിരിക്കുന്നു. പേര് ചോദിച്ചപ്പോൾ ഒരു കത്തോലിക്ക വിശ്വാസിയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. PM ശോമേൽ സുവിശേഷത്തെക്കുറിച്ചും യഥാർത്ഥ വിശ്വാസം എന്നതിനെക്കുറിച്ചും ഒക്കെ ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങി. ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പുറകെ ഇരിക്കുന്ന 4 വക്കീലന്മാർ കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അവരും അത്ഭുതം കൂറുകയാണ്, ഈ മനുഷ്യൻ ഈ സംസാരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ചാണ്, വിശ്വാസ സ്നാനത്തെക്കുറിച്ചാണ്. കത്തോലിക്ക വിശ്വാസി അങ്ങ് ചൂടായി. യേശുക്രിസ്തു പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ എന്നായി. കർത്താവിൻ്റെ എല്ലാ കൽപ്പനകളും നിങ്ങൾക്ക് അനുസരിക്കാൻ കഴിയും. അപ്പോൾ ആ ചോദ്യം കേട്ട് PM ശോമേലൊന്നും പതറിയൊന്നുമില്ല. അദ്ദേഹം ക്ലിയറായിട്ട് പറഞ്ഞു, ദൈവകൃപയ്ക്കൊത്തവണ്ണം അനുസരിക്കുമെന്നായി PM ശോമേൽ. നിൻ്റെ വലത്തെ ചെകിട്ട് തടിക്കുന്നത് ഇടത്തെ ചെകിട് കൂടി കാണിച്ചു കൊടുക്കണം, നിൻ്റെ വസ്ത്രമെടുക്കുന്നതിന് നിൻ്റെ പുതപ്പ് കൂടി നൽകണം എന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ട് അത് നിങ്ങൾ അനുസരിക്കുമെന്നായി. അപ്പോൾ ഈ വാഗ്വാദങ്ങളെല്ലാം ചുറ്റുമിരിക്കുന്ന സീറ്റിലിരിക്കുന്നവരെല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ആ സംസാരം കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ഒന്ന് അന്തിച്ചു പോകുമല്ലോ. പക്ഷേ അതിന് അങ്ങനെ അന്തിക്കേണ്ട ഒരു ആവശ്യം പോലും വന്നില്ല. ജീവൻ കൊടുക്കേണ്ടി വന്നാലും അനുസരിക്കുമെന്നാണ് പാസ്റ്റർ PM ശോമേൽ പറഞ്ഞത്. അപ്പോൾ ബസ്സിൽ വെച്ച് നടന്ന ഈ സംസാരം എല്ലാവരും ശ്രദ്ധിച്ചു. ബസ് ബാലരാമപുരം ബസ് സ്റ്റാൻഡിൽ അവിടെ ഇറങ്ങി, വണ്ടി നിർത്തിയപ്പോൾ ഇയാൾ പറഞ്ഞു, എന്നാൽ നിങ്ങളുടെ ബാഗ് ഇങ്ങി തരാൻ പറഞ്ഞു. അവസാനം പാസ്റ്റർ PM ശോമേൽ ധൈര്യപൂർവ്വം പറഞ്ഞു, എടുത്തോളം പറഞ്ഞു. വേണ്ട, അപ്പോൾ പുറകെ ഇരുന്ന് അഡ്വക്കേറ്റ് പറയാവ്, അങ്ങനെ എടുക്കണ്ട, നിങ്ങൾ സന്തോഷത്തോടെ കൊടുക്കാൻ പറഞ്ഞു. അപ്പം പാസ്റ്റർ PM ശോമേൽ ഈ ബാഗ് എടുത്ത് അദ്ദേഹം അവർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്ത ഈ ബാഗും കൊണ്ട് അദ്ദേഹം സ്ഥലം വിടുക. ഇതിനകത്താണ് അന്ന് സംസാരിക്കാനുള്ള പ്രസംഗക്കുറിപ്പുകളും ബൈബിളും ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് അന്ന് അവിടുത്തെ മീറ്റിങ്ങിൽ സംസാരിക്കാൻ പോലും ഉള്ള ബൈബിൾ കയ്യിലില്ല. എന്തായാലും മാർത്താണ്ഡത്തിൽ നിന്നിറങ്ങി. മാർത്താണ്ഡത്ത് അദ്ദേഹത്തിന് താമസിക്കാൻ ഒരുക്കിയിരുന്നൊരു വീടുണ്ടായിരുന്നു. അവിടെ ചെന്ന് അവിടുന്ന് ഒരു ബൈബിൾ കടം വാങ്ങിച്ച് ഇദ്ദേഹം പ്രസംഗവേദി കയറി പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ക്രിസ്ത്യൻ സന്യാസി, അവിടെ അന്നത്തെ കാലത്ത് താടിയും കാഷായ വസ്ത്രവുമൊക്കെ അണിഞ്ഞ ധാരാളം സന്യാസിമാരുണ്ട്. ഇന്നും അങ്ങനെയൊക്കെ കുറച്ച് പേരുണ്ട് അവിടെ. അതിലൊരാളവിടെ വന്നിച്ച് പറഞ്ഞു, എനിക്ക് 2 ബൈബിളുണ്ട്, പരിശുദ്ധാത്മാവ് പറയുന്നു ഇത് ശമൂവേലിന് കൊടുക്കണം ഒരു ബൈബിളെന്ന്. അത് പ്രകാരം ഞാൻ വന്നതാണ് ഇന്ന് എൻ്റെ ഒരു ബൈബിളെന്ന്. ഈ സദസ്സിന് ഇതിൻ്റെ കാര്യങ്ങളൊന്നും മനസ്സിലായില്ലെങ്കിലും മനസ്സിലായ PM ശോമേൽ അത്ഭുതപ്പെട്ടു പോയി. അവിടെ വെച്ച് എന്താണ് ഇതിൻ്റെ പിന്നിൽ നടന്ന സംഭവമെന്നും തൻ്റെ ബൈബിൾ എങ്ങനെയാണ് നഷ്ടപ്പെട്ടതെന്നും ഒക്കെ ആ പ്രസംഗത്തിൽ വെച്ച് അദ്ദേഹം പറഞ്ഞതോടുകൂടി ഇതിൻ്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ ദൈവവിശ്വാസം തെളിയിക്കുവാൻ അല്ലെങ്കിൽ ദൈവപ്രവൃത്തി കാണുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളൊരു വിശ്വാസം ഓട്ടിരുന്നവർക്കെല്ലാം ഉണ്ടായി. അതുമൂലം തന്നെ അവിടെ ഒത്തിരി ഭാഗങ്ങളിൽ അദ്ദേഹത്തെ പ്രത്യേകം വിളിച്ച് യോഗങ്ങളൊക്കെ നടത്തിച്ച അനുഭവങ്ങളുണ്ട്. മാത്രമല്ല തെക്കൻ തിരുവിതാംകൂറിൻ്റെ ഭാഗങ്ങളായ ആറാമട,
നസറത്ത്, പള്ളിയാടി 1930 കാലഘട്ടങ്ങളിൽ പാസ്റ്റർ PM ശൗമേൽ കടന്നുപോയി സുവിശേഷം അറിയിച്ച സ്ഥലങ്ങളാണ്. ഇന്നിപ്പോൾ അവിടെയൊക്കെ ധാരാളം ബന്ധുക്കൂസ് സഭകളുള്ള ഏരിയയായി മാറിക്കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാസ്റ്റർ PM ശൗമേൽ തൻ്റെ 17 സഭകളുമായിട്ട് അന്ന് വിദേശ മേധാവിത്വവും സ്ഥലം സഭകളുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്നു തുടങ്ങിയ പരാതികളൊക്കെയുള്ള ഇരുപറ്റം ദേവദാസന്മാർ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ എന്ന പേര് കൂടി നിൽക്കുമ്പോഴാണ് പാസ്റ്റർ PM ശൗമേൽ അവരോടൊപ്പം ചേർന്ന് ഏലൂരിൽ 1935 ഇന്ത്യൻ പെന്തക്കോസ്റ്റ് ചർച്ച് ഓഫ് ഗോഡ് എന്ന പേരിൽ പാസ്റ്റർ PM ശൗമേൽ പ്രസിഡൻ്റായിട്ട് ഈ സഭ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വേലയുടെ വ്യാപ്തിക്ക് വേണ്ടി ഇദ്ദേഹത്തെ തമിഴ്നാട്ടിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വേർതിരിക്കുന്നു. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു.